അങ്ങനെ ഞങ്ങൾ പിന്നെ നംചിയിലെത്തി. ഈ നംചിന്ന് ചാർധാം. ഈ ചാർധാമിനൊരു പ്രത്യേകത ഉണ്ട്, ഞാനത് അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം ചാർധാമിൻ്റെ പ്രത്യേകത. ഞങ്ങൾ നടന്നു വന്നപ്പം ഇവിടെ എന്താ ഫുട്ബോൾ എന്താ നടക്കുന്നുണ്ട് അറിയില്ല. നമ്മൾ കയറുമെന്ന് ചെക്ക് ചെയ്തോട്ടെ, കയറാൻ പറ്റുമെന്ന്. ഇവിടുത്തെ ഒരു മെയിൻ ഗ്രൗണ്ടാട്ടോ. ആ ഗ്രൗണ്ടിലേക്കാണ് ഞങ്ങൾ പോണത്. നടന്ന് പോകണം. ടിക്കറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു, അറിയില്ല, ചെക്ക് ചെയ്തോട്ടെ. ഞങ്ങൾ വന്നപ്പോൾ ആ ഗ്രൗണ്ടിൽ കയറിയിട്ടോ. ഞങ്ങൾക്ക് ടിക്കറ്റ് വേണം അവിടെ 100 രൂപ. പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഞാൻ ജസ്റ്റ് കാണാൻ വന്നാണ്, ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. അവിടെ ഫുട്ബോൾ നടക്കുന്നുണ്ട്, ഭയങ്കര ആള്. സിക്കിമിൽ ഫുട്ബോളിന് ഭയങ്കര ആൾക്കാരാണ്, ഭയങ്കര ആൾക്കാരാ. നമ്മുടെ നാട്ടിൽ തന്നെയല്ല, പക്ഷെ ഇവിടെ ആകെ 5 ലക്ഷം ആൾക്കാരുള്ളൂ. ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഫുൾ ആർമി, ഫുൾ സെറ്റപ്പാ. പ്രീമിയർ ലീഗാണ് ഉണ്ട്. ഇത് ഇവിടുത്തെ ഗ്രൗണ്ടാട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇത് അടിപൊളി സംഭവം. കേരള അങ്ങനെ നടന്നു പോരണം. എന്താണ് ഈ ടൗണിൻ്റെ ഭംഗി. കഴിഞ്ഞ് ഇങ്ങനെ പോകുന്ന നോക്കിയപ്പോൾ ഞാൻ ഇവിടെ ഒരു വീടുണ്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പഴയ മോഡൽ വീടും. എന്താ ഭംഗി സാറേ ഈ വീട് കാണാൻ തന്നെ. ഏകദേശം ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ ഈ സ്റ്റെപ്പ് നടന്ന് ഇപ്പോൾ ഇവിടെ എത്തി. കവാടത്തിൽ സോലിയാണ് ഈ ക്ഷീണിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ റോട്ടിലൂടെ വന്നാൽ മതിയില്ലേ, വണ്ടി കൈയാട്ടിങ്ങാണ്ട്. ഇതാണ് റോഡ്. അതാണതേ, ഇതാണ് ആ കവാടം. ഇതിൻ്റെ പേരെന്താ? ചാർധാം. ഞാനിതിൻ്റെ ഉള്ളിലേക്ക് പോയോ, അവിടെ എന്താ അവസ്ഥ അറിയില്ല. ഇവിടെ രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ട്, പോയി ചോദിച്ചോട്ടെ ഫ്രീ ആണോ, പൈസ ഉണ്ടോയെന്ന്. ഇതാണ് റൂട്ട്. ഭയങ്കര തിരക്കാണ് അവിടെ, ഫുള്ള് ആൾക്കാരത് കാണാം. ഞാൻ നോക്കട്ടെ. ഇവിടെ ഒരു വലിയൊരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു, ആ സ്റ്റാച്ചു കാണാൻ പോവാണ്. ഞങ്ങൾക്ക് പോകേണ്ട റൂട്ട് ഇതാണ്. ഞാൻ അത്യാവശ്യം നടക്കാണ്ട് നടന്ന് ഇങ്ങനെ പോകണം. പോകുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതാണ് ആ സ്റ്റാച്ചു, ചാർധാം സ്റ്റാച്ചു. ഞങ്ങൾ എൻട്രൻസിൽ കയറി 50 രൂപയാണ്. ഞാൻ മാത്രമേ കയറുള്ളൂ, അവൻ കയറിയില്ല. ഇതാണ് ആ സ്റ്റാച്ചുവിൻ്റെ, ഈ സ്റ്റാച്ചുവാണ് അവിടെ ഉള്ളത്. ഓക്കെ, ഈ എൻട്രൻസ് കൂടെ അങ്ങനെ നടക്കണം. പക്ഷെ നടക്കാണ്ട് ഇവിടെ എനിക്കൊന്ന് ഷൂ റിമൂവ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ടെമ്പിൾ ഉണ്ട്, പക്ഷേ ടെമ്പിൾ എന്താ അവസ്ഥ എനിക്കല്ല. അവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞത്. പോയി നോക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ടോ, ഭയങ്കര സെറ്റപ്പാണ്. ഓരോ സംഭവങ്ങൾ കാണാണ്ട് പോയി നോക്കട്ടെ. അങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഇവിടെ മന്ദിറിൻ്റെ ഉള്ളിലൊക്കെ, പക്ഷെ പുറത്തൊക്കെ എടുക്കാൻ തോന്നുന്നുണ്ട്. അത് പോയി നോക്കാം എന്താ അവസ്ഥയാണ്. അത്യാവശ്യം നടക്കാണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ, അത്യാവശ്യം നല്ല നടക്കാണ്ട്, അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. അതിനടുത്ത് അമ്പലവും കാര്യങ്ങളൊക്കെ, കുറേ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ള അമ്പലങ്ങളാണ് ഉള്ളത്. ഇവിടെ എവിടെയാണ് സ്റ്റാച്ചു, ഒന്ന് പോയി കണ്ടോട്ടെ. ഇവിടെയാണ് ഫുള്ള് കോടമഞ്ഞാണ്, അതാണ് ഒന്നും കറക്റ്റ് കാണാത്തത്. എന്നാലും ഭയങ്കര രസമുണ്ട് കാണാം. ഈ ചെരുപ്പ് വെക്കാമല്ലേ. ഇതിൻ്റെ ഉള്ളിലാണെങ്കിലേ ഫുള്ള് അമ്പലങ്ങളാണ്. എന്താ ഇവിടെ വേറൊരു അമ്പലമുണ്ട്, ഞാൻ അക്ഷര ഭയങ്കര ഭംഗിയാണ് ഇതൊക്കെ കാണാം. ഇതൊക്കെ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇതൊരു സംഭവം തന്നെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതാണ് ആ സ്റ്റാച്ചു, വലിയ സ്റ്റാച്ചു ആണ്. പക്ഷെ ഇത് ഫുൾ കോടമഞ്ഞുണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. താഴേക്കൊക്കെ കഴിഞ്ഞാൽ വ്യൂ ആട്ടത്. നല്ലോണം ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ എടുക്കാൻ പറ്റില്ല, പുറത്ത് വെക്കാം. ഞാൻ ഇതിൻ്റെ ഒരു വ്യൂ കിട്ടാൻ വേണ്ടി ഞാൻ മേലെ കയറി. ഇവിടെ എന്താണ് പരിപാടി? എന്തൊക്കെയാ വെള്ളത്തിൻ്റെ ഒക്കെ പരിപാടികളുണ്ടോ ഉണ്ട് അറിയില്ല. ഇതാണ് മന്ദിരം.
നമ്മളാണ് ഇതിലിങ്ങനെ നടന്ന് ഇനി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. സംഭവം നോക്കട്ടെ. ഇതിൻ്റെ ബാക്ക് ഭാഗം ഇതാട്ടോ. ബാക്ക് ഭാഗം അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട്. ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ട്. 50 റുപ്യക്കല്ലേ വെറുത്തുണ്ട്. എന്താ സംഭവം എനിക്കറിയില്ല. ഇവിടെ ഫുള്ള് മന്ദിരങ്ങളാണ്, അമ്പലങ്ങളാണ്. ഓക്കെ, നോക്കുകയാണെങ്കിൽ സ്റ്റാച്ചുവിൻ്റെ ഒരു വലിപ്പം. സ്റ്റോറി എന്താ വെച്ചാൽ ഇന്ത്യയിൽ 4 സംസ്ഥാനങ്ങൾക്കാണ് ഈ ഇതില്ലത്, ചാർധാം എന്ന് പറഞ്ഞ സംഭവം. ഒന്ന് ഹൈദരാബാദ്, ഒന്ന് ഒറീസ, ഒന്ന് ഇവിടെ, ഒന്ന് പിന്നെ എവിടെയെന്ന് അറിയില്ല. അപ്പം സിക്കിം സർക്കാർ ഇവരവിടെയൊക്കെ പോകണമെന്ന് കരുതിയോണ്ട് സിക്കിം സർക്കാർ ഇവർക്ക് ഇവിടെ ഉണ്ടാക്കി കൊടുത്ത്. ഇപ്പോൾ കറക്റ്റ് കാണാൻ ഈ സ്റ്റാച്ചു. കാരണം എന്താ വെച്ചാൽ ഇപ്പം കോടയൊക്കെ മാറിയിരിക്കണേ. ഇതാണ് ആ സ്റ്റാച്ചുവിൻ്റെ ഫുൾ വ്യൂ. ഞാനിങ്ങനെ ഇവിടുന്ന് ഇറങ്ങുകയാണ്. കാരണം സോലി താഴുണ്ട്, അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞാൻ പോട്ടെ.